നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. AFC ചാമ്പ്യൻസ് ലീഗ് 2 FC ഗോവയെ നേരിടാൻ ഒരുങ്ങുകയാണ് അൽ നസർ. അതിനായിട്ട് അവർ ഇന്ത്യയിലെത്തി. ഇപ്പോൾ ഇന്ത്യയിൽ ലഭിച്ച സ്വീകരണം, ഗോവയിൽ ലഭിച്ച സ്വീകരണം, അതിൽ മനസ്സ് നിറഞ്ഞിരിക്കുന്നു അൽ നസർ ടീമിന്. അവരുടെ താരം സുൽത്താൻ അൽ ഖനം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വളരെ കൃത്യമായിട്ട് അത് തുറന്നു പറയുന്നുണ്ട്. നന്ദി പറയുകയാണ്, ഇന്ത്യക്ക് നന്ദി പറയുകയാണ്, സിറ്റി ഓഫ് ഗോവക്ക് നന്ദി പറയുകയാണ് ഫോർ ദെയർ ഹോസ്പിറ്റാലിറ്റി ആൻഡ് വാം വെൽക്കം എന്ന് അദ്ദേഹം പറയുന്നു. അവരുടെ ഹോസ്പിറ്റാലിറ്റിക്കും ഈ ഒരു നിറഞ്ഞ സ്വീകരണത്തിനും വലിയ നന്ദി അറിയിക്കുന്നു. എന്നിട്ട് സുൽത്താൻ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. വി താങ്ക് ഇന്ത്യ ആൻഡ് ദി സിറ്റി ഓഫ് ഗോവ ഫോർ ദെയർ ഹോസ്പിറ്റാലിറ്റി ആൻഡ് വാം വെൽക്കം. തീർച്ചയായിട്ടും ഇന്ത്യൻ ഫാൻസ് ഈ ഒരു മത്സരം സ്റ്റേഡിയത്തിൽ വന്ന് ആസ്വദിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദൈവം സഹായിച്ചാൽ ഞങ്ങൾ വിജയം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യ ഫുട്ബോളിൽ അത്ര വെൽ നോൺ ആയിട്ടുള്ള രാജ്യമല്ല, പക്ഷേ ഇതൊരു ബ്യൂട്ടിഫുൾ മാച്ച് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റും. അൽ നസർ ആരാധകർക്ക് ഞങ്ങൾ ഒരു കാര്യം പ്രോമിസ് ചെയ്യുകയാണ്, നമ്മൾ വിജയക്കുതിപ്പ് തുടരും. ദൈവം സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്ക് തുടരും, അതുവഴി നമ്മുടെ വിജയങ്ങൾ തുടരും. തീർച്ചയായിട്ടും ഈ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുക, നമുക്ക് സന്തോഷം കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാക്ടിക്കൽ മാറ്റേഴ്സ് ഈ ടീമിൻ്റെ കാര്യത്തിൽ അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ദാറ്റ്സ് അപ് ടു ദി കോച്ച്. പക്ഷേ ഞങ്ങൾക്ക് ഒഫൻസീവ് ആവണോ ഡിഫെൻസീവ് ആവണോ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ കോച്ച് തന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങളൊരു ബിഗ് ക്ലബിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. സോ എല്ലാവരും എപ്പോഴും വിചാരിക്കുന്ന ഒഫൻസീവ്ലി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തന്നെയാണ്. എന്തായാലും ടീമിൽ ടോപ്പ് പ്ലെയേഴ്സ് ഉണ്ട്, അവർ വലിയ ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. സൗദി ലീഗ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ലീഗുകളിലൊന്നാണ്. സൗദിയിലെ ഫുട്ബോൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭാവിയിൽ ഇത് കൂടുതൽ വളരുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ സുൽത്താൻ പറയുന്നത്. എന്തായാലും സൗദി അറേബ്യൻ ഫുട്ബോളിൽ ഉണ്ടാവുന്ന വളർച്ച നമുക്കറിയാം. ഇപ്പോൾ ഈ അൽ നസർ ഇങ്ങോട്ട് വന്നിട്ടുള്ള ടീം തന്നെ നോക്കുക. ഫ്രാൻസിൻ്റെ കിങ്സ്ലി കോബൻ, പോർച്ചുഗലിൻ്റെ ജാവോ ഫെലിക്സ്, ബ്രസീലിൻ്റെ ഗോൾ കീപ്പർ ബെൻഡോ, സ്പെയിനിൻ്റെ ഇനീഗോ മാർട്ടീനസ്, അപ്പോൾ സെനഗലിൻ്റെ സാദിയോ മാനെ. അപ്പോൾ ഇതേതാ ടീം? നമ്മുടെ ഇവിടെ ഇറങ്ങുന്ന ഗോവയുടെ താരങ്ങളുടെ നിലവാരവും ഈ ടീമിലെ താരങ്ങളുടെ നിലവാരവും ഒക്കെ തട്ടിച്ചു നോക്കിയാൽ മതി. ഗജാന്തരമുണ്ട് എന്ന കാര്യം അറിയാം. എന്നാലും ഗോവ നല്ലൊരു ഫൈറ്റ് കൊടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.